സപ്ലയർ എന്ത് ചെയ്തു? കിട്ടിയ ചാൻസ് അല്ലേ, ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. എങ്ങനെ ഫില്ല് ചെയ്ത്? സർ ഡോണ്ട് സേ സോ സർ, ഡോണ്ട് സേ സോ സർ. അങ്ങനെ പറയല്ല സർ, ഡോണ്ട് സേ സോ സർ, അങ്ങനെ പറയില്ല സർ. ഇഡ്ലി ടുഡേസ്, ഇഡ്ലി ഇന്നത്തെയാണ്, ബട്ട് ദ സാമ്പാർ ഈസ് ഡേ ബിഫോർ യെസ്റ്റർഡേസ്. ദ സാമ്പാർ ഈസ് ഡേ ബിഫോർ യെസ്റ്റർഡേസ്. ഇഡ്ലി ഇന്നത്തെയാണ്, പക്ഷെ സാമ്പാർ അത് മിനിഞ്ഞാന്നത്തെയാണ്. അയാൾക്ക് കാര്യം മനസ്സിലായി, തമാശ പറഞ്ഞാണ് അല്ലേ? മനസ്സിലായി കാര്യം മനസ്സിലായി, തമാശ രൂപത്തിൽ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, ഓഹ് അഗെയിൻ വിറ്റ്, വീണ്ടും തമാശയായിരിക്കും. അഗെയിൻ വിറ്റ്, ഐ തിങ്ക് യു ആർ എ ബിറ്റ് വിറ്റി, ഐ തിങ്ക് യു ആർ എ ബിറ്റ് വിറ്റി. എ ബിറ്റ് അല്പം, എ ലിറ്റിൽ, വിറ്റി ഹ്യൂമറസ് തമാശക്കാരൻ, അല്പം തമാശക്കാരനാണെന്ന് തോന്നുന്നു സംസാര രീതി കേൾക്കുമ്പോൾ. നോ സർ, ഐ എം ജസ്റ്റ് ഫോർ, നിങ്ങൾ നോക്കിയേ അതിലത്തെ ലാംഗ്വേജ് എക്സ്പ്രഷൻ. ഐ ആം ജസ്റ്റ് ഫോർ, ഞാൻ ചുമ്മാ, ഞാൻ തമാശക്ക്. നമ്മൾ മലയാളത്തിൽ അധികം പറയുന്നില്ലേ, ഞാനൊന്ന് തമാശക്ക്. എന്താ അതിൻ്റെ ഈക്വലൻ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ടു ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് ഫ്ലുവൻസി എങ്ങനെ ഉറപ്പുവരുത്തും? ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്തുന്നതിന് പ്രധാനപ്പെട്ട 2 തലങ്ങളുണ്ടെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ എഴുതി കാണിക്കാം. അതാ ഒന്നാമത്തെ തലം. എന്താ അത്? ഫ്ലുവൻസി തിയറി. ഫ്ലുവൻസി തിയറിയെ സംബന്ധിക്കുന്ന 3 പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട്. അതിലൊന്ന് ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ബേസസ്, അടിസ്ഥാനങ്ങൾ, ബേസസ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. മറ്റൊന്ന് ഓർക്കുന്നുണ്ടോ? 2ാമത്തെ പോയിന്റ് റിക്വയർമെൻറ്റ്സ്. ഈ ക്ലാസ് വീഡിയോ കാണുന്ന ഏതാനും കുട്ടികൾ ഓർമ്മിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. റിക്വയർമെൻറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ആൻഡ് ദ തേർഡ് വൺ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വിശദമായി പോകുന്നില്ല, കാരണം പ്ലേലിസ്റ്റിൽ വളരെ കൃത്യമായി 3 വീഡിയോസ്, ക്ലാസ് വീഡിയോസ് എന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ തലം എന്താണ്? നോക്കൂ, എന്താണത്? വായിച്ചു നോക്കൂ. എന്താണ്? ഫ്ലുവൻസിയുടെ പ്രാക്ടീസ്, പ്രാക്ടീസ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഒരു ഭാഗം തിയറി ആണെങ്കിൽ മറ്റൊരു ഭാഗം പ്രാക്ടീസ്. ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ പ്രാക്ടീസ് ക്ലാസ്സിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ നാം പരിശീലിക്കേണ്ട കാര്യങ്ങൾ, ഫ്ലുവൻസി സൊല്യൂഷൻസ് എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സിറ്റുവേഷണൽ കോൺവെർസേഷൻ പ്രാക്ടീസ്. ഓർക്കുന്നുണ്ടാവുമല്ലോ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ സിറ്റുവേഷണൽ കോൺവെർസേഷൻ പ്രാക്ടീസ് തുടരുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സും സിറ്റുവേഷണൽ കോൺവെർസേഷൻ പ്രാക്ടീസിൻ്റെ തുടർച്ച തന്നെയാണ്. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ലോകത്തിലെ ഏത് ഭാഷയും കേട്ട് സ്വന്തമാക്കാൻ പറ്റും. കേട്ട ഭാഷാപ്രയോഗങ്ങൾ പറഞ്ഞു നോക്കുമല്ലോ, പ്രയോഗിച്ചു നോക്കുമല്ലോ. സ്വാഭാവികമായും കേട്ട് മനസ്സിലാക്കി പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഭാഷയും ലോകത്തിലില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും നമ്മൾ അതേ
പ്രായോഗികമായ അടിസ്ഥാനമാണ് മുഖവിലക്കെടുത്ത് ഇവിടെ ക്ലാസ് വീഡിയോസായി നിങ്ങൾക്ക് നൽകുന്നത്. സിറ്റുവേഷണൽ കോൺവെർസേഷൻ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തെ സിറ്റുവേഷണൽ കോൺവെർസേഷൻ എന്തായിരുന്നു? കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ഷോപ്പ് കീപ്പർ ആൻഡ് എ കസ്റ്റമർ. ഇനി ആ കോൺവെർസേഷൻ്റെ രണ്ടാമത്തെ ഭാഗമല്ലേ കിട്ടേണ്ടത്? രണ്ടാമത്തെ കോൺവെർസേഷൻ എന്താ? എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ സപ്ലയർ ആൻഡ് എ മാൻ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. യെസ്, സംഭാഷണങ്ങൾ പരിശീലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ അത്? സംഭാഷണങ്ങൾ കേട്ട് പരിശീലിക്കുമ്പോൾ കടിച്ച പൊട്ടാത്ത സംഭാഷണങ്ങളല്ല കേട്ട് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെയോ വളരെ ലളിതമായ ഇംഗ്ലീഷിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? റിയൽ ലൈഫ് ലൈക്ക് സിറ്റുവേഷണൽ കോൺവെർസേഷൻസ്. ഇനി അത്തരം സംഭാഷണങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവയുടേതായ ലാംഗ്വേജ് എക്സ്പ്രഷൻസിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ ഓർമ്മ മണ്ഡലത്തിൽ സുനിശ്ചിതമായി ദീർഘകാലം നിലനിൽക്കുക. അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പരിശീലിക്കാൻ പോകുന്ന സംഭാഷണം ഓർത്ത് വെച്ചോളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ് വീഡിയോയിൽ ചെറിയൊരു സൂചന തന്നിരുന്നു. സംഭാഷണം അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന ടൈറ്റിലാണ്. റെസ്റ്റോറൻറ്റിൽ പോകാത്ത ആരും തന്നെയില്ല, ഹോട്ടലിൽ പോകാത്ത ആരും തന്നെയില്ല. നമ്മളെല്ലാവരും ഭക്ഷണപ്രിയരാണ് അല്ലേ? അപ്പോൾ അവിടെ കേൾക്കുന്നത് മലയാള സംഭാഷണങ്ങളാണെങ്കിലും അത് റിയൽ ലൈഫ് ലൈക്ക് സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷ് വൽക്കരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സംഭാഷണങ്ങളാണല്ലോ, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളാണല്ലോ കേട്ട് പരിശീലിക്കാൻ വേണ്ടത് എന്ന് തോന്നിപ്പോവും. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. ചില സംഭാഷണങ്ങൾ ഇംഗ്ലീഷിൽ ലഭ്യമാണ്, പക്ഷെ അതൊക്കെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിപ്പോകാം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എന്തിനാ വന്നത്, നിങ്ങളെന്താ വന്നേ എന്ന് ചോദിക്കും. ചിലപ്പോൾ റിയൽ ഇംഗ്ലീഷിൽ ഗുഡ് ഇംഗ്ലീഷ് എന്ന രൂപത്തിൽ വാട്ട്സ് ബ്രോട്ട് യു ഹിയർ. നല്ല ഇംഗ്ലീഷ്, അതെ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. വാട്ട്സ് ബ്രോട്ട് യു ഹിയർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലാവുമോ? വാട്ട് എന്ത്, ബ്രോട്ട് ബ്രിങ്ങിൻ്റെ പാസ്റ്റ്, കൊണ്ടുവന്നു. വാട്ട് ബ്രോട്ട് യു ഹിയർ. സംഗതി ഇത്രയേ ഉള്ളൂ. വൈ ഡിഡ് യു കം ഹിയർ? ഇത്രയേ ഉള്ളൂ. വൈ ഡിഡ് യു കം ഹിയർ? വാട്ട് ഡു യു വാണ്ട്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡിയാണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ എടുത്തിരിക്കുന്നത് മറ്റൊരു സിറ്റുവേഷണൽ കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ്റെ പേര് എ കോൺവെർസേഷൻ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ബിറ്റ്വീൻ എ സപ്ലയർ ആൻഡ് എ മാൻ. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ക്ലാസ്സിൽ ഈ സംഭാഷണത്തിൻ്റെ തുടക്കം ഒന്ന് തുറന്നു തന്നിരുന്നു. കൂടെ ഒരഭ്യർത്ഥന ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ ആ തുറന്നു തന്ന സംഭാഷണത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഇംഗ്ലീഷ് വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് ഒരു ഡയലോഗ് അഥവാ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. പറ്റുമെങ്കിൽ അയച്ചു തരൂ. ഒരുപാട് വിദ്യാർത്ഥികൾ അത് മുഖവിലക്കെടുക്കുകയും സമയം ലഭ്യമായപ്പോൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്.
ചില ഡീറ്റെയിൽഡ് കോൺവെർസേഷൻ എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പ്രത്യേക നന്ദിയുണ്ട്. മൈ ഹാർട്ടി താങ്ക്സ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ദോസ് ഹൂ ഹാവ് സെൻഡ് ടു മീ സച്ച് ഇമാജിനറി കോൺവെർസേഷൻസ്. ഓക്കെ, ഇനി ആ സിറ്റുവേഷനിലെ കോൺവെർസേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ അന്നത്തെ ദിവസം ഹോട്ടൽ ഉടമ കുറച്ച് ദേഷ്യത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അദ്ദേഹമാണ് ക്യാഷ് കൗണ്ടറിലുള്ളത്. അപ്പോൾ സപ്ലയേഴ്സോട് കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം അന്നത്തെ ദിവസം. ഹി വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ഓൺ ദാറ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ചൂടിലാണ് നമ്മളെ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജർ അല്ലെങ്കിൽ കാഷ്യർ, അദ്ദേഹം കുറച്ച് ചൂടിലാണ്. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, ചൂടായിട്ട് എന്താ ഉള്ളത്, ചൂടായിട്ട് എന്താ ഉള്ളത്, വാട്ട് ഈസ് ദെയർ ഹോട്ട്, വാട്ട്സ് ദെയർ ഹോട്ട്. സിറ്റുവേഷൻ മനസ്സിലായില്ലേ? സപ്ലയേഴ്സൊക്കെ ആകെ ആ മാനേജറുടെ ദേഷ്യ ഭാവവും വാക്കുകളൊക്കെ കേട്ട് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദെയർ ഹോട്ട്, വാട്ട്സ് ദെയർ ഹോട്ട് ടു ഹാവ്. ഉടൻ തന്നെ ഒരു നർമ്മ സ്വഭാവക്കാരനായ ഒരു സപ്ലയർ അദ്ദേഹം പെട്ടെന്ന് പറയാണ്, സർ അവർ മാനേജർ ഈസ് വെരി ആംഗ്രി, ഷാൽ ഐ ടേക്ക് എ പ്ലേറ്റ്. ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചേ. മാനേജർ ഭയങ്കര ദേഷ്യത്തിലാണ്, ചൂടിലാണ്. എടുക്കട്ടെ സർ പ്ലേറ്റ്. തമാശ രൂപത്തിലാണ്, പക്ഷേ വന്ന ആൾക്ക് ഇദ്ദേഹം ഒരു തമാശ രൂപത്തിൽ സംസാരിക്കുന്ന ആളാണെന്ന് അറിയില്ലല്ലോ. പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറുപടി പറയാണ്, വാട്ട് എ പ്ലേറ്റ് ഓഫ് മാനേജർ. ഇന്ന് ഒരു പ്ലേറ്റ് മാനേജറാ ചൂടായിട്ട്. നോ സർ, സംതിങ് ഹോട്ട് ടു ഹാവ്. ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ. ടു ഹാവ് കഴിക്കാൻ. വാട്ട് ഈസ് ദെയർ? സർ വി ഹാവ് ഇഡ്ലി ആൻഡ് സാമ്പാർ. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ടൈമാണെന്ന് ഊഹിക്കാം അല്ലേ. സർ വി ഹാവ് ഇഡ്ലി ആൻഡ് സാമ്പാർ. ഇഡ്ലി ആൻഡ് സാമ്പാർ, നോ സ്നാക്സ്. I don't like sambar. Do you have chutney? I don't like sambar. നിങ്ങൾ ഈ ചോദ്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ കോൺവെർസേഷൻ പ്രാക്ടീസിൽ ലാംഗ്വേജ് സ്ട്രക്ചർ എന്ന രൂപത്തിൽ കിട്ടിയതെന്നാണ്. ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള രീതി ഡു യു ഹാവ്. അതിന് പല രീതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിലുണ്ട്, ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഡു യു ഹാവ് ചട്നി. അപ്പോൾ സപ്ലയർ എന്താ പറഞ്ഞത്? സോറി സർ, വി ഹാവ് റൺ ഔട്ട് ഓഫ് ചട്നി. വാട്ട്? യു ഹാവ് റൺ ഔട്ട് ഓഫ് ചട്നി? വാട്ട് ഡു യു മീൻ? അല്ല, ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമാണ് റൺ ഔട്ട് ഓഫ് ചട്നി. പാസ്റ്റ് ഫോമിൽ റാൻ ഔട്ട് ഓഫ് ചട്നി. യഥാർത്ഥത്തിൽ ചട്നി തീർന്നുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ റാൻ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. അതുകൊണ്ട് അയാൾ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, വാട്ട് യു റാൻ ഔട്ട് ഓഫ് ചട്നി? വാട്ട് യു മീൻ? സർ, ഐ മീൻ ചട്നി ഈസ് ഓവർ. ഓ, ഈസ് ഇറ്റ് സോ? അങ്ങനെയാണോ? ഓ, ഈസ് ഇറ്റ് സോ? അങ്ങനെയാണോ? ഐ തോട്ട്, ഞാൻ വിചാരിച്ചു. ഇതാണ് ഞാൻ പറയുന്നത് റിയൽ സിറ്റുവേഷണൽ കോൺവെർസേഷൻ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കേൾക്കുന്ന
സംഭാഷണങ്ങളെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുമോ എന്ന് ശ്രമിക്കണം. അത്തരം സംഭാഷണങ്ങൾ കേൾക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഭാഷയോട് അടുത്ത് വരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ആയിരിക്കണം, കോമൺ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ആയിരിക്കണം. അതിൻ്റെ ഭാഗമായി ഈ ചില വാചകങ്ങൾ മനസ്സിൽ വരുന്നത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അത് നേരത്തെ തയ്യാറാക്കി അതിനനുസരിച്ച് 1 by 1 ആയി അവതരിപ്പിക്കപ്പെടുന്നതല്ല. ദിസ് ഈസ് എ സിമ്പിൾ ടോക്ക്, സിമ്പിൾ കോൺവെർസേഷൻ. ആ രൂപത്തിൽ എടുക്കണ്ടു, അതാണ്. അപ്പോൾ യു ഹാവ് റൺ ഔട്ട് ഓഫ് ചട്നി. You ran out of chutney. What do you mean? Sir, I mean chutney is over. We have only sambar. Only sambar is available here. Okay. Then get me idli and sambar. Okay, sir. I shall bring it now. വില്ലിൻ്റെ ഷാലിൻ്റെ പ്രയോഗം നേരത്തെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റിലുണ്ട്. ഇംഗ്ലീഷ് ബേസിക്സിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കണ്ടുവരിക, അതൊക്കെ നന്നായി മനസ്സിലാക്കി ഇത്തരം കോൺവെർസേഷൻസ്, റിയൽ ഫ്ലുവൻസിക്ക് വേണ്ടുന്ന കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം വളരെ എളുപ്പം ഉള്ളതായി നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഐ ഷാൾ ബ്രിങ് ഇറ്റ് നൗ. ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വാട്ട് വുഡ് യു ലൈക്ക് സർ? ടീ ഓർ കോഫി? അല്ലേ, സാറിന് ചായയാണോ കോഫിയാണോ? വാട്ട് വുഡ് യു ലൈക്ക് സർ? Tea or coffee? Tea will do. Tea will do. Again confusion. Tea will do. കുട്ടികൾക്ക് സംശയം. I will do my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യും. Tea will do. ചായ ചെയ്യും. ശ്രദ്ധിക്കണം മക്കളെ. നമ്മൾ കോൺവെർസേഷൻസ് പഠിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന രൂപത്തിലുള്ള സ്പോക്കൺ ടിപ്സും കൂടെ കിട്ടുന്നു എന്നാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടി വിൽ ഡു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിൽ ഡു എന്ന് പറഞ്ഞാൽ മതി നാം. സാറ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദാറ്റ് വിൽ ഡു, അത് മതി. ദാറ്റ് വോണ്ട് ഡു, അത് പോരാ. ദാറ്റ് വോണ്ട് ഡു, അത് പോരാ. വിൽ ദാറ്റ് ഡു, അത് മതിയോ? യെസ്, ദാറ്റ് വിൽ ഡു. നോ, ദാറ്റ് വോണ്ട് ഡു, അത് മതി. ദാറ്റ് വിൽ ഡു, പോരാ, അത് പോരാ. ദാറ്റ് വോണ്ട് ഡു. ഈ ഒരു പ്രയോഗം സ്പോക്കൺ ഇംഗ്ലീഷിലുണ്ട്. അതാണ് വിൽ ഡുവിൻ്റെ മറ്റൊരു പ്രത്യേകത. ടി വിൽ ഡു എന്ന് പറഞ്ഞാൽ ചായ മതി. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ലാംഗ്വേജ് എക്സ്പ്രഷൻസ് കിട്ടുന്നു, ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നു കോൺവെർസേഷൻ പ്രാക്ടീസിലൂടെ. അപ്പോൾ ഇംഗ്ലീഷ് ബേസിക്സും ഫ്ലുവൻസിയും ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവുന്നു. നമ്മൾ ജനറലി ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്സെൻറ്റ് അഥവാ പ്രൊനൗൺസിയേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലയർ ഇത്രയും പറഞ്ഞ് ചായ എടുക്കാൻ വേണ്ടി പോകുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടു കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ സാധാരണ പറയാൻ വേണ്ടി പഠിച്ചൊന്നുണ്ടല്ലോ, ഹിയർ ഇറ്റ് ഈസ്, അല്ലേ? ഹിയർ ഇറ്റ് ഈസ് സർ, ഇഡ്ഡലി ആൻഡ് സാമ്പാർ. ഇനി വാങ്ങിക്കുന്ന ആൾക്ക്, ലഭിക്കുന്ന ആൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹിയർ യു ആർ സർ, ദ സർ, ഹിയർ യു ആർ എന്ന് പറഞ്ഞിട്ട് എന്താണ് കൊടുക്കുന്നത് അതും കൊടുത്താൽ മതി. ഇനി എന്താണ് കൊടുക്കുന്നത് അതിനാ പ്രാധാന്യമെങ്കിൽ ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ അത്തരം പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സെൻറ്റൻസ് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് സർ, ഇഡ്ഡലി ആൻഡ് സാമ്പാർ. Okay, I will bring the tea just now, sir. I will bring the tea. Wait. You come here. Why, sir? What's the matter? What's the matter? എന്താ കാര്യമെന്നോ? Just look at the plate. Look at the plate. What's wrong with the plate, sir? എന്ത് സാർ കുഴപ്പം?
പ്ലേറ്റിന് എന്താ കുഴപ്പം സർ? നത്തിങ് റോങ്? കുഴപ്പമൊന്നുമില്ലേ? ലുക്ക് അറ്റ് ദ പ്ലേറ്റ്. ദ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ഈസ് ബ്രോക്കൺ. ആൻഡ് ദി സ്പൂൺ, it is not clean at all. Oh, sorry sir. I will change just now. I will change it, sir. I will change it. സത്യത്തിൽ ഇത് വേറൊരു സിറ്റുവേഷനാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അല്ലേ? എന്തെങ്കിലും സപ്ലൈയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മൾ പറയുന്നത്. ലുക്ക് അറ്റ് ദ പ്ലേറ്റ്, വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് റോങ് സർ? സംഭാഷണത്തിൽ വരുന്നതല്ലേ? യെസ്. ചിലവരാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്ന, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം ഹിയർ, ടേക്ക് എവറിത്തിങ് ആൻഡ് ത്രോ ഇറ്റ് അവേ, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞു എന്താണ്? ചേഞ്ച് ഇറ്റ്, ദ പ്ലേറ്റ് ആൻഡ് ദ സ്പൂൺ, ചേഞ്ച് ദം. ഓക്കെ, പറഞ്ഞ പ്രകാരം സപ്ലയർ പോയി അതൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഏകദേശം അവരുടെ സംഭാഷണത്തിൽ ഒരു മാനസികമായ ഒരു പൊരുത്തപ്പെടലൊക്കെ വന്നു കേട്ടോ. കാരണം സപ്ലയർക്ക് മനസ്സിലായി ഇയാളങ്ങനെ പെട്ടെന്ന് ഒരു ഹോട്ട് ടെമ്പേർഡ് അല്ല, ഒരു ഈസിലി ഒഫൻഡഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല. എന്നാൽ ദേഷ്യഭാവത്തിൽ, തമാശ രൂപത്തിൽ ചില കാര്യങ്ങൾ പറയുന്ന പ്രകൃതക്കാരനാണ് എന്ന് സപ്ലയർക്ക് മനസ്സിലായി. സപ്ലയറും ആ രൂപത്തിൽ അതിനെ എടുക്കുന്ന ആളാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ളൊരു സംഭാഷണമാണ് കുറച്ചുകൂടെ നമുക്ക് കേട്ടിരിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇഷ്ടം തോന്നുന്നു. ഓക്കെ, സപ്ലയർ പെട്ടെന്ന് തന്നെ വേറൊരു പുതിയ പ്ലേറ്റിൽ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ ഇഡ്ഡലി, പ്ലേറ്റിലുള്ള ഇഡ്ഡലി നോക്കിയിട്ട് നമ്മുടെ ഇയാൾ പറയാണ്, എന്താ പറയുന്നത് സപ്ലയറോട്, ദിസ് ഇഡ്ഡലി ഈസ് ഇറ്റ് യെസ്റ്റർഡേയ്സ്? ഇറ്റ്സ് വെരി ഹാർഡ്. ഈ ഇഡ്ഡലിക്കൊരു മയമില്ല. ഈസ് ഇറ്റ് യെസ്റ്റർഡേയ്സ്? അപ്പോൾ തമാശ രൂപത്തിൽ ചോദിച്ചാണ്. സപ്ലയർ എന്ത് ചെയ്തു? കിട്ടിയ ചാൻസ് അല്ലേ, ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. എങ്ങനെ ഫില്ല് ചെയ്ത്? സർ, ഡോണ്ട് സേ സോ സർ, ഡോണ്ട് സേ സോ സർ. അങ്ങനെ പറയല്ല സർ. ഡോണ്ട് സേ സോ സർ, അങ്ങനെ പറയില്ല സർ. ഇഡ്ലി ഈസ് ടുഡേയ്സ്, ഇഡ്ലി ഇന്നത്തെയാണ്. ബട്ട് ദ സാമ്പാർ ഈസ് ഡേ ബിഫോർ യെസ്റ്റർഡേയ്സ്. ദ സാമ്പാർ ഈസ് ഡേ ബിഫോർ യെസ്റ്റർഡേയ്സ്. ഇഡ്ലി ഇന്നത്തെയാണ്, പക്ഷെ സാമ്പാർ അത് മിനിഞ്ഞാന്നത്തെയാണ്. അയാൾക്ക് കാര്യം മനസ്സിലായി, തമാശ പറഞ്ഞാണ് അല്ലേ? മനസ്സിലായി കാര്യം മനസ്സിലായി, തമാശ രൂപത്തിൽ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, ഓഹ് അഗെയിൻ വിറ്റ്, വീണ്ടും തമാശയായിരിക്കും. അഗെയിൻ വിറ്റ്, ഐ തിങ്ക് യു ആർ എ ബിറ്റ് വിറ്റി. ഐ തിങ്ക് യു ആർ എ ബിറ്റ് വിറ്റി. എ ബിറ്റ് അല്പം, എ ലിറ്റിൽ, വിറ്റി ഹ്യൂമറസ്, തമാശക്കാരൻ. അല്പം തമാശക്കാരനാണെന്ന് തോന്നുന്നു സംസാര രീതി കേൾക്കുമ്പോൾ. നോ സർ, ഐ എം ജസ്റ്റ് ഫോർ. നിങ്ങൾ നോക്കിയേ അതിലത്തെ ലാംഗ്വേജ് എക്സ്പ്രഷൻ. ഐ ആം ജസ്റ്റ് ഫോർ, ഞാൻ ചുമ്മാ, ഞാൻ തമാശക്ക്. നമ്മൾ മലയാളത്തിൽ അധികം പറയുന്നില്ലേ, ഞാനൊന്ന് തമാശക്ക്. എന്താ അതിൻ്റെ ഈക്വലൻ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ്? ഞാൻ ചുമ്മാ, ഞാൻ തമാശക്ക്. ഐ എം ജസ്റ്റ് ഫോർ. ഓ നോ സർ, ഐ എം ജസ്റ്റ് ഫോർ. ഓക്കെ, I will bring the tea now, sir. I will bring the tea. Okay. Here is the tea, sir.
ഓക്കെ, താങ്ക് യു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുറന്നു തന്ന അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന സംഭാഷണത്തിൻ്റെ ഡീറ്റെയിലായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടില്ലെങ്കിലും ചില വിദ്യാർത്ഥികൾ അവരുടേതായ രൂപത്തിൽ ഇമാജിൻ ചെയ്ത് അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന്, എവിടെ നിന്നോ അവർ സംഭാഷണം എങ്ങനെ എഴുതണം എന്ന് പഠിച്ചെടുത്ത ചില റെഡിമെയ്ഡ് കോൺവെർസേഷൻസിൻ്റെ ആ രീതി അതിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നാച്ചുറലായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള എക്സ്പ്രഷൻസ് അതിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നാച്ചുറൽ കോൺവെർസേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത്തരം സംഭാഷണങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ പരിചയക്കുറവുള്ളവർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ ആ കുറവ് നമ്മൾ ഈ സംഭാഷണത്തിലൂടെ നികത്തുകയാണ്. വി ആർ സപ്ലൈയിങ് ദ ഡെഫിഷ്യൻസി, അല്ലേ? ആ ഡെഫിഷ്യൻസി നമുക്ക് സപ്ലൈ ചെയ്ത് പരിഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ ആ ഹോട്ടലിൽ വെച്ച് അവർ രണ്ടുപേരും നല്ലൊരു സൗഹൃദമുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ലാസ്റ്റിൽ പോകുമ്പോൾ ഓക്കെ, ഐ വിൽ നെവർ ഫർഗെറ്റ് യു. സപ്ലയറോട് ഈ മാൻ പറയുന്നത്, ഓക്കെ ഓക്കെ, ഐ വിൽ നെവർ ഫർഗെറ്റ് യു. വൈ സർ? നോ, യുവർ വേ ഓഫ് ടോക്കിംഗ്. യു ആർ വർക്കിംഗ് ഹിയർ, നോ, യു ആർ വർക്കിംഗ് വിത്തൗട്ട് സ്ട്രെയിൻ. ഏത് വർക്കും അങ്ങനെയാണ്. വർക്ക് ഈസ് വർഷിപ്പ്. ഏത് തൊഴിലിനും അതിൻ്റെ മഹത്വമുണ്ട്. അത് നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം മാനേജർ ദേഷ്യപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാനുള്ള ഒരാളെ കിട്ടിയ സന്തോഷമാണ് ആ സപ്ലയർക്ക്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട്. പല ക്ലാസ്സുകളും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചില സോഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ കണ്ടെത്തും. എന്തിനാണ് വെറുതെ ടെൻഷൻ? വൈ ടെൻഷൻ? നമ്മൾ റിജിഡിറ്റി എല്ലാം ഓവർകം ചെയ്യുക. പെർപ്ലക്സിറ്റി അഥവാ കൺഫ്യൂഷൻ ഉണ്ട്, ആ ഇൻട്രിഗ്യൂസ്, അതൊക്കെ മാറ്റി നിർത്തുക. നമ്മൾ വളരെ പ്ലെയിനായി മാറുക. അവിടെയാണ് ഭാഷ വരിക, ഭാഷയിലെ വാക്കുകൾ വരിക, ഭാഷയിലെ വാചകങ്ങൾ വരിക, കൂളായിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം ഇംഗ്ലീഷ് പോലുള്ളൊരു ഭാഷ പഠിച്ചെടുക്കാൻ. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ ഒട്ടനവധി ഡിവൈസസ് ഉണ്ടെങ്കിലും ഒട്ടനവധി സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലും കോൺവെർസേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് തികച്ചും തനതായ ഒരുപാട് പ്രത്യേകതകളോട് കൂടിയ ഒന്നാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് നിങ്ങളെ യഥാർത്ഥ ട്രാക്കിലൂടെ കൊണ്ടുവന്ന് ഈ ലോകഭാഷ സ്വന്തമാക്കാൻ സഹായിക്കുന്നത്. ഏതായാലും ഇവിടെ ഒരു സംഭാഷണം കിട്ടിയെങ്കിലും അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന ഒരു സിറ്റുവേഷൻ കോൺവെർസേഷൻ നിങ്ങളുടേതായ രൂപത്തിൽ എഴുതുവാനുള്ള നിങ്ങളുടെ മനസ്സ് അത് കളയണ്ട. പറ്റുമെങ്കിൽ സമയവും സന്ദർഭവും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ ക്യാപ്ഷനിൽ അതേ സിറ്റുവേഷനിൽ ഒരു കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ്. ഈ ഭാഷാ പ്രയോഗം വലിയ പ്രയാസമുള്ള കാര്യമേ അല്ല എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ വീണ്ടും കാണും. സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റിൽ നിന്നും ആവശ്യമായ ക്ലാസ്സുകൾ സെലക്ട് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത സുഹൃത്തുക്കളോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക.
ഒരുപാട് ഒഴിവ് ദിവസങ്ങളൊക്കെ വരുമ്പോൾ ആ ഒഴിവ് ദിവസങ്ങളിലൊക്കെ സമയം പോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഒരു ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാനും സാധിക്കും. പിടിച്ചെടുത്ത് അത് പഠിച്ചെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും പുതിയൊരു കാര്യവുമായി കാണും. അതുവരെ എല്ലാവർക്കും വിട. ടേക്ക് കെയർ. താങ്ക് യു. വി വിൽ മീറ്റ് അഗെയിൻ. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.